ഇറാൻ, US, ഇസ്രായേൽ ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇന്ത്യ എന്തുകൊണ്ട് ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് ഒരുപാട് ആളുകൾ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ വരെ പറയുന്നുണ്ട്. ഇറാൻ്റെ പരമോന്നത നേതാവ് മരിച്ചപ്പോൾ ഇന്ത്യ അനുശോചനം അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞ തരത്തിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളോട്, എന്നോട് സംവദിക്കുന്ന എൻ്റെ കമൻറ്റ് ബോക്സുകളിൽ നിരന്തരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന നിങ്ങളോടായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളറിയണം എന്താണ് കാരണമെന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നത് വെച്ചാൽ ആ ഫോളോ ഒന്ന് ചെയ്തേക്കും കേട്ടോ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. തെറി കമൻറ്റുകൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും അറിവില്ലായ്മയാണ് ഞാൻ പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ശരിയായിട്ട് ആ കാര്യത്തെക്കുറിച്ച് പഠിക്കാതെയാണ് ആ കാര്യം സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. അല്ലാതെ കുറേ തെറി കൊണ്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന കോപ്പി പേസ്റ്റ് കൊണ്ടല്ല നമ്മൾ കമൻറ്റ് ബോക്സിൽ നിറയ്ക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു ബുദ്ധിയില്ലാത്ത ആളുകളായിട്ട് മാറുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ ഇന്ത്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിപ്രായം പറയാൻ പോകുന്നുണ്ട്. ആരുടെ കൂടെ നിൽക്കും ഇന്ത്യ? ഇറാനിൽ ഇന്ത്യക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇസ്രായേലിലുണ്ട്, അമേരിക്കയിലുണ്ട്. ഇവിടെയൊക്കെ ഇന്ത്യക്ക് ഒരേപോലെ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ, ഇറാനേക്കാൾ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം, എന്തോ ആവട്ടെ. ഒരിക്കലും ഈ ഒരു സമയത്ത് ഇന്ത്യ യാതൊരു നിലപാടും എടുക്കരുത്. ഇത് നോക്കിക്കാണാനേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ എക്കണോമി ഇപ്പോൾ നിങ്ങൾ നോക്കണം, വളരെ സ്ട്രോങ് ആണ്, മേലോട്ട് കയറി ഹൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മുടെ എക്കണോമി തകരണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ. അല്ലെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ പ്രതിപക്ഷം, അതായത് ഈ BJP ഭരിക്കുന്ന സമയത്ത് എക്കണോമി കൂടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ BJP തന്നെ വീണ്ടും തിരഞ്ഞെടുക്കുള്ളൂ എന്നുള്ളൊരു ആദി, അല്ലെങ്കിൽ ഒരു അങ്കലാപ്പൊക്കെ അവർക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എപ്പോഴും ഇത് തകരണമെന്ന് തന്നെയാണ് വിചാരിക്കുക. അത് ഏതൊരു പ്രതിപക്ഷമാണെങ്കിലും അവരങ്ങനെ ചിന്തിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇന്നൊരാൾ ഇന്ത്യക്ക് വേണ്ടി നല്ലത് ചെയ്തു എന്ന് കരുതിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പ്രതിപക്ഷത്തിന് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വോട്ട് കൂടി അങ്ങോട്ട് പോകും. അതുകൊണ്ട് എന്ത് നല്ലതുണ്ടെങ്കിലും അതിനെ മോശമാക്കാനേ പ്രതിപക്ഷത്തിരിക്കുന്നവർ ചെയ്യുള്ളൂ. അതിനിപ്പോൾ BJP പ്രതിപക്ഷത്തിരുന്നാൽ ഇത് തന്നെ ചെയ്യാൻ പോകണം. അത് പോട്ടെ, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരിക്കണം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ എക്കണോമിക്ക് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കാം. കുറച്ച് ദിവസം മുമ്പാണ് പാകിസ്ഥാനുമായിട്ട് അമേരിക്ക സംസാരിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്കൊരു ഇടം തരിക, പാകിസ്ഥാനിൽ ഞങ്ങളുടെ സൈനിക താവളം ഉണ്ടാക്കാനുള്ള ഇടം തരികയാണെങ്കിൽ, ഞങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് ഇറക്കി വയ്ക്കാനുള്ള ഒരു സ്ഥലം തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ യുദ്ധക്കോപ്പുകൾ തരാം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പണം തരാം. പാകിസ്ഥാൻ അത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഓക്കെ. ഇതേപോലെ ഇറാനും പാകിസ്ഥാനുമായിട്ട് ബന്ധമുള്ളതാണ്. ഈ പാകിസ്ഥാനിൽ ഇറാന് വേണ്ടി യുദ്ധക്കളം ഒരുക്കി കൊടുക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി ഇവരിത് ചെയ്യില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇനി അമേരിക്കയ്ക്ക് അല്ലെങ്കിലും പാകിസ്ഥാന് ഈ പറഞ്ഞ ആയുധങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിലും ഇന്ത്യയെ അടിക്കാനുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ പാകിസ്ഥാൻ അത് ഉപയോഗിക്കില്ലേ? തൊട്ടപ്പുറത്ത് ബംഗ്ലാദേശ്, ഈ രണ്ട് രാജ്യങ്ങൾ നിങ്ങൾ എടുത്താൽ മതി. ചൈന പോട്ടെ, ചൈന ആ പണിക്കൊന്നും നിൽക്കില്ല. ഈ പറഞ്ഞ നേപ്പാളും പോട്ടെ. ഇപ്പോൾ ഇന്ത്യ അമേരിക്കയെ തള്ളിപ്പറയുകയാണെങ്കിൽ അമേരിക്ക എന്ത് ചെയ്യും? നമ്മുടെ ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് കൂട്ടുചേർന്ന് അവിടെ ഒരു സൈനിക താവളം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അതൊക്കെ അവിടെ നിന്നൊരു പമ്പിങ് ഉണ്ടാവും. നമ്മളെന്തായാലും പ്രതിരോധിക്കണേ. ആര് തന്നെ അടിച്ചാലും ഇന്ത്യ പ്രതിരോധിക്കും. ഇന്ത്യ നശിച്ചൊന്നും പോവില്ല. ഇന്ത്യ എവനെതിരെയും ഇന്ത്യ ഫൈറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഒരു ഉയർന്ന എക്കണോമി ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഹൈയിൽ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാർത്തകൾ വായിക്കുമ്പോൾ അറിയേണ്ടതായിരിക്കും, ഈ ഒരു സംഗതി ടക്കേന്ന് കീപ്പിട്ട് പോകും. അതായത് ഒരു യുദ്ധച്ചെലവ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ചിലവല്ല. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ മിനിമം ഈ ഒരു സമയം കൊണ്ട്, ഒരാഴ്ചയിലായിട്ടുള്ളൂ, ഈ ഒരു സമയം കൊണ്ട് ഏകദേശം 10 ലക്ഷം കോടി രൂപയ്ക്ക് മേലെ ചിലവായിട്ടുണ്ടാവും. 10 ലക്ഷം കോടിക്ക് മേലെ രൂപ, ചിലപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കാം. ഞാൻ പറയാം, മിനിമമാണ്. ഇതിൻ്റെ കീപ്പോട്ട് എന്തായാലും പോരില്ല. അപ്പോൾ അത്രയും തുക ചിലവാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇറാനെതിരെ സംസാരിക്കാനോ അമേരിക്കയ്ക്കെതിരെ സംസാരിക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അനുകൂലമായിട്ട് നിൽക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ഒരു മറുപടി വരും. ഈ മറുപടിയിൽ ഇന്ത്യ ഇല്ലാണ്ടാകുമെന്നല്ല അർത്ഥം. ഇന്ത്യയുടെ ഉയർന്നു നിൽക്കുന്ന എക്കണോമി അത് ബാധിക്കും. ഇന്ത്യക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലേ? അപ്പോൾ ബുദ്ധിമാനായിട്ടുള്ളൊരു ഭരണാധികാരി എന്താ ചെയ്യുക? സൈലൻ്റായിട്ട് വാച്ച് ചെയ്യും.
ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ അപ്പം തന്നെ പോയി അനുശോചനം അറിയിക്കുകയല്ല, സമയമുണ്ട്. അതിൻ്റെ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷം ഇറാൻ്റെ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അതിന് ഉത്തരവാദിത്തമുള്ള ജയശങ്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പറഞ്ഞയച്ച് അനുശോചനം അറിയിച്ച് തിരിച്ചു പോന്നു. ആ ഒരു പ്രക്രിയയോട് കൂടി അത് നിൽക്കുകയാണ്. അതിന് US കുറ്റം പറയാനോ ഇസ്രായേലിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇറാഖിനെ തള്ളിപ്പറയാനൊന്നും ഇന്ത്യ നിന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ തൊട്ടപ്പുറം നിൽക്കുന്ന 2 രാജ്യങ്ങളാണ്. അവർക്ക് ഡയറക്റ്റായിട്ട് അടിക്കാൻ പറ്റില്ല. അമേരിക്ക ഒരിക്കലും ഇന്ത്യ ഡയറക്റ്റ് അടിക്കാൻ പറ്റില്ല. ഏഷ്യൻ കൺട്രികളിൽ അവർക്കൊരു ഇടം കിട്ടണം. ഈ പറഞ്ഞ ഇറാനും ഒരു പരിധി വരെ ഇന്ത്യയെ അടിക്കാൻ അവിടെ നിന്ന് അടിക്കാൻ പറ്റില്ല. കാരണം അതിന് മാത്രം വലിയ ലോഞ്ചിങ് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ കിലോമീറ്റർ കപ്പാസിറ്റി ഉള്ള മിസൈലൊന്നും അവർ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ലോസ് ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളങ്ങനെ മര്യാദയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എവിടെയും പക്ഷം പിടിക്കാത്തത് കൊണ്ടാണ് ഇന്ന് റഷ്യയിൽ നിന്നൊക്കെ 90 ലക്ഷം ബാരലൊക്കെ ഈ പറയുന്ന ഇന്ധനം നമ്മൾ നാട്ടിലോട്ട് വരുന്നത്. ആരും തടുക്കാനില്ല, നമ്മളാരും ദ്രോഹിക്കാനില്ല. നമ്മുടെ നേർക്കൊരു അറ്റാക്ക് വരുമ്പോഴല്ലേ നമ്മളതിൽ പോയി അടിക്കേണ്ട കാര്യമുള്ളൂ. അവിടെ പോയിട്ട് അമേരിക്ക എൻ്റെ സുഹൃത്താണ്, അമേരിക്കയെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങുമെന്ന് മോദി പറയുന്നില്ല. ഇസ്രായേൽ എൻ്റെ സുഹൃത്താണ്, ഇസ്രായേലിനെ തൊട്ടാൽ ഞാൻ ഇറങ്ങുമെന്ന് പറയുന്നില്ല. ഇറാൻ എൻ്റെ സുഹൃത്താണ്, അവനെ തൊട്ടാൽ ഞാൻ ഇറങ്ങുമെന്ന് ഒരിക്കലും മോദി പറയുന്നില്ല. പകരം ഒരു രാജ്യത്തിൻ്റെ ഉയർന്ന എക്കണോമിയെ നശിപ്പിക്കാതെ, ആരുടെയും പക്ഷം ചേരാതെ, യുദ്ധങ്ങൾ നല്ലതിനല്ല നാശത്തിനാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോ രാജ്യത്തോടും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരെന്ത് ചെയ്യുകയാണ്? ഈ നാടിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ ഒരു പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ഇത്. മോദിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇറാനെയോ US തള്ളി പറയിപ്പിക്കണം. ആ തള്ളി പറയുന്ന സമയത്ത് ഇന്ത്യ കൂടി ഈ ഒരു യുദ്ധത്തിലോട്ട് ഏർപ്പെടണം. അങ്ങനെ ഉയർന്നു വന്ന എക്കണോമി ഇടിഞ്ഞ് താഴോട്ട് പോകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്താ ചെയ്യുക? പെട്രോൾ ആൻഡ് ഡീസലിന് വില കൂട്ടും. അങ്ങനെ നാട്ടിൽ ഈ പറയുന്ന ആളുകൾക്ക് BJP എന്ന പാർട്ടിയോടുള്ള മമത അങ്ങില്ലാണ്ടാവും. അപ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വരും. ഇതാണ് സത്യം. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരു സത്യമൊന്നുമില്ല. ആണത്തം തെളിയിക്കേണ്ടത് മണ്ടത്തരം കാട്ടിയിട്ടല്ല, അഭിമാനം കാക്കേണ്ടത് ആരാൻ്റെ കാര്യത്തിൽ പോയിട്ടല്ല. നമ്മുടെ നേർക്ക് ഒരാൾ കൈ ഉയർത്തുമ്പോഴാണ് നമ്മളത് തടുക്കാൻ ശ്രമിക്കേണ്ടത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മൾ യുദ്ധം ചെയ്യേണ്ട, തടുക്കാൻ ഇറങ്ങിയാൽ പോലും ലക്ഷക്കണക്കിന് കോടിയുടെ നഷ്ടമാണ്. ഈ മിസൈലുകൾ അവർക്ക് ലോഞ്ച് ചെയ്ത് വിടും. അതിൻ്റെ ഡബിൾ ചിലവാണ് ഇത് ആകാശത്ത് നിന്ന് പൊട്ടിച്ച് കളയാന്ന് പറയുന്നത്. സോ നമ്മുടെ എക്കണോമി തകരും. അപ്പോൾ എരു കൂട്ടാനും മൂർച്ച കൂട്ടാനും ചാവി കൊടുത്ത് പാവയെ പോലെ കറക്കാൻ ശ്രമിക്കാനൊക്കെ പല രീതിയിലുള്ള ആളുകളുണ്ടാവും. പക്ഷേ ഇന്ത്യ ഇപ്പോൾ എടുക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് വളരെ 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 കൃത്യമാണ്. അത് ക്രിസ്റ്റൽ ക്ലിയറാണ്. അങ്ങനെയാണ് ഒരു ഭരണാധികാരി വേണ്ടത്. ആവേശം മൂത്ത് ഈ ലോക നേതാക്കന്മാരുടെ ഞാൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് പോയി, വിശ്വഗുരുവാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് എല്ലായിടത്തും പോയി തലയിടലല്ല. അമേരിക്ക ഇന്ത്യയെ ഉപരോധിച്ച സമയത്ത്, ഇന്ത്യക്ക് വലിയ താരിഫ് ഉണ്ടാക്കിയ സമയത്ത് ലോക നേതാവായിട്ടുള്ള, അല്ലെങ്കിൽ ഈ നിങ്ങളൊക്കെ കളിയാക്കി പറയുന്ന ഈ വ്യക്തി വിശ്വഗുരു എന്തോ പറയാറുണ്ടല്ലോ നിങ്ങൾ, യൂറോപ്യനിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് കൈകോർത്തുകൊണ്ട് ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഒരു കൂട്ടുകച്ചവടം നടത്തുകയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് കയറ്റി അയക്കാനുള്ളതെല്ലാം കയറ്റി അയക്കപ്പെടണം, അതിന് അമേരിക്ക ഇല്ല എന്ന് കരുതിയിട്ട് ഇവിടുത്തെ കയറ്റുമതി നിൽക്കാൻ പാടില്ല. സോ അതോടുകൂടി എന്തായി? ട്രംപിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന ശക്തമായ സുഹൃത്തിനെ നഷ്ടപ്പെടുത്തരുത് എന്ന് അമേരിക്കയിലുള്ള ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരായാലും കോടതി വരെ അത് പറഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യക്ക് മേൽ നടത്തിയ ഈ താരിഫ് വളരെയധികം മോശമാണ് എന്ന് കോടതി പറയുകയും അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന താരിഫ് കുറയ്ക്കുകയും ചെയ്തു. ഈ താരിഫ് കൂട്ടാനുള്ള കാരണം എന്താണ്? റഷ്യ ഉക്രൈൻ തമ്മിലുള്ള യുദ്ധം. അതിൽ റഷ്യക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം വരാതെ മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന ഇന്ത്യ റഷ്യയിൽ നിന്നും ഇന്ധനം കൊണ്ടുവരുന്നത് കൊണ്ടാണ്. സോ അത് നിങ്ങൾ നിർത്തണം, അത് നിർത്തിയാലുള്ള യുദ്ധം നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു എനിക്ക് ലാഭം കിട്ടുന്ന കാര്യമാണ് ഞാൻ ചെയ്യുക, അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് അതിലും വലിയ ലാഭത്തിൽ എണ്ണ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞു ഓക്കെ, പക്ഷേ ഞാനിത് നിർത്തില്ല, നിങ്ങളടുത്ത് ഞങ്ങൾ എടുത്തോളാം, ഇവിടെ നിന്നും ഞങ്ങൾ എടുക്കാം. ഇപ്പോഴും US എന്നല്ല, അല്ലെങ്കിൽ അമേരിക്കയുടെ കീഴിലുള്ള എണ്ണ കമ്പനികളിൽ നിന്നല്ല നമ്മൾ എണ്ണ എടുക്കുന്നത്. പകരം റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇന്നും ഇന്ത്യക്ക് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഭീഷണിക്ക് മുമ്പിലൊന്നും മടങ്ങുന്നതല്ല ഇന്ത്യ. അതിന് കോൺഗ്രസ് ഭരിച്ചാൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പ്രതിപക്ഷങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളിൽ മോദിയെ പ്രഷർ ചെയ്തിട്ട് ഇറക്കുന്നതിൻ്റെ കാരണം ഇന്ത്യ കൂടി ഈ യുദ്ധത്തിന് തയ്യാറാവണമെന്നുള്ളതാണ്. ഇന്ത്യ യുദ്ധത്തിന് തയ്യാറായാലാണ് നരേന്ദ്രമോദിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ എക്കണോമി തകർക്കാൻ പറ്റൂ. അങ്ങനെ തകർത്താലേ കോൺഗ്രസ്സിന് ഇനി ഒരു ഭരണം പിടിക്കാൻ പറ്റൂ. അല്ലാത്ത പക്ഷം
നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവിടെ അവരെടുക്കുന്ന പൊളിറ്റിക്സ് ട്രിക്ക് എന്ന് പറയുന്നത്, കോൺഗ്രസ് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടി ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ മാറ്റം എന്തായാലും വളരെ 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 വലുതാണ്. ഒരിക്കലും കോൺഗ്രസിൻ്റെ സ്വപ്നങ്ങൾ നടക്കില്ല. അവരെ സ്വപ്നത്തിലോട്ട് അടുക്കുമ്പോൾ നരേന്ദ്രമോദി അല്ലെങ്കിൽ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അടുത്ത ബോംബ് പൊട്ടിക്കും. അതോടുകൂടി ഒരു 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 എന്താ പറയുക, മതേതര സ്വഭാവത്തിലോട്ട് നിൽക്കുന്ന ഹിന്ദുക്കൾ വരെ തീവ്ര ഹിന്ദുത്വത്തിലോട്ട് വരികയും BJPക്ക് വോട്ട് ചെയ്യുകയും ചെയ്യും. അത് ഇവരുടെ തന്ത്രം. പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുടെ തന്ത്രം എന്താണെന്ന് വെച്ചാൽ എക്കണോമി തകർക്കുക, ഇവിടെ പല സാധനങ്ങൾക്കും, അതായത് സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കെല്ലാം വിലക്കയറ്റം ഉണ്ടാക്കുക. എന്നിട്ട് നരേന്ദ്രമോദിയുടെ തെറ്റായ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് നമുക്ക് ഇത്രയും അധികം വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ടി വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് അവർക്കിത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൺഫ്യൂഷനാക്കിക്കൊണ്ട് ആ വോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ള ബുദ്ധിയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. സംഗതി ക്ലിയറാണ്. അപ്പം ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും സലാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.